ഞങ്ങൾ മരിക്കുന്നത് വരെയും സമരം ചെയ്യാൻ തയ്യാറാണ്. 74 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുമ്പോൾ 34 ദിവസമായി അവർ പട്ടിണി സമരം നടത്തുമ്പോൾ 5 കോടിയിലധികം രൂപയാണ്, 1.5 കോടി രൂപയുടെ ഫ്ലെക്സാണ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 74ാമത്തെ ദിവസത്തിൻ്റെ സമരത്തിലാണ് ആശാവർക്കർമാർ. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി സർക്കാർ ഇന്ന് തുടർഭരണത്തിൻ്റെ 9ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത്തെ വർഷവും തുടർഭരണം പിണറായി വിജയൻ 9ാമത്തെ വർഷവും പിന്നിടുകയാണ്. രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊറോണ സമയത്ത് ക്വാറന്റൈനിലിരുന്ന രോഗികൾക്കും ചികിത്സയിലിരുന്ന രോഗികൾക്കും ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരോരുമില്ലാതെ വീട്ടുകാർക്ക് പോലും സ്വന്തം കുടുംബങ്ങളെ സഹായിക്കാൻ കഴിയാത്ത, മാതാപിതാക്കൾക്ക് പോലും കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയാത്ത, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുള്ള നാട്ടിൽ അവരെ നിർഭയരായി കടന്നു ചെന്ന് അവർക്ക് ആഹാരവും മരുന്നും വിതരണം ചെയ്ത് അവരുടെ ആരോഗ്യ പരിചരണ രേഖയിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിവെച്ച, നമ്മുടെയൊക്കെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിവെച്ച ആശാവർക്കർമാരുടെ പ്രവർത്തനം ഒന്നുകൊണ്ടാണ് പിണറായി സർക്കാരിന് രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ആശാ വർക്കർ സമയത്ത് മരുന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ പിണറായി സർക്കാരിൻ്റെ രണ്ടാം സർക്കാർ വരില്ലായിരുന്നു. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടിയിരുന്ന ഒരു വിഭാഗം ആശാവർക്കരെയാണ്. ഇവർ രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത സംഘടനകൾക്കും ചിന്തകൾക്കും അതീതമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് സർക്കാരിന് ഏറ്റവും നല്ല ആരോഗ്യ മേഖലയിലെ നമ്പർ 1 ആകാൻ കഴിഞ്ഞതും സർക്കാരിന് തുടർഭരണം നേടാൻ സാധിച്ചിട്ടുള്ളതും. ഇവർ ഉന്നയിക്കുന്ന ന്യായമായ ഒരു ആവശ്യം 100 രൂപയെങ്കിലും ഒരു മാസം പ്രതിമാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ പ്രത്യേകത നമുക്കറിയാം. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞ് അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി പിറവിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിലെത്തി തുടർഭരണം അനുഭവിക്കുമ്പോൾ തൊഴിലാളി വർഗത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും പിന്തള്ളിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞ 9 വർഷമായി ഏതൊക്കെ ആളുകളാണോ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്നത്, ഈ കടന്നു വന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ സമരത്തെ കള്ളക്കേസിൽ കുഴിക്കുകയോ അവരെ അപമാനിച്ചോ പൊതുസമൂഹത്തിൽ മോശക്കാരാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അടിസ്ഥാന വർഗ വിഭാഗങ്ങളിലില്ലാത്ത മുതലാളിമാരുടെയും സ്വകാര്യ മുതലാളിമാരുടെയും മറ്റു കോർപ്പറേറ്റുകളുടെയും ഒക്കെ നയങ്ങൾ വളരെ കൃത്യമായി സമയബന്ധിതമായി ചെയ്തു കൊടുക്കുവാനും PSC അംഗങ്ങൾക്ക് പോലും 1.5 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയായി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു സർക്കാരാണ്. സ്വന്തം മകൾക്കും സ്വന്തം ബന്ധുക്കൾക്കും സ്വന്തം പാർട്ടിക്കാർക്കും സ്വജനപക്ഷപാതത്തിലൂടെ നിയമനങ്ങൾ നടക്കുന്ന ഒരു സർക്കാരാണ്. കഴിഞ്ഞ ദിവസമാണ് CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്ത് വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോയത്. PSC ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ അവസാന കാലഘട്ടത്തിൽ ഇവിടെ നിരാഹാര സമരം കടന്ന് ഒരു പ്രതിഫലവുമില്ലാതെ പോകുന്നത് കണ്ടു. ചെറുപ്പക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകി DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി പിണറായി സർക്കാരിന് വോട്ട് ചോദിച്ച് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഇനിയും വരാൻ പോവുകയാണ്. മുൻകാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളത്തരമാണ്. വലിയ ബഹുമന്ദിര മന്ദിരങ്ങൾ കെട്ടാനോ വലിയ മുന്തിയ കാറിൽ സഞ്ചരിക്കുവാനോ വലിയ ആർഭാടകരമായ ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, ഒരു വീട്ടിലെ അടുപ്പ് പുകയുന്നതിന് വേണ്ടി, വിശന്നു വരുന്ന മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 7000 രൂപ എന്ന് പറയുന്ന ഒരു ഓണറേറിയത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകളുള്ള കേരളത്തിൽ അവർക്ക് 100 രൂപ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത സർക്കാർ 4ാമത്തെ വാർഷിക ആഘോഷത്തിന് വേണ്ടി ചെലവാക്കുന്നത് 5 കോടിയിലധികം രൂപയാണ്. 1.5 കോടി രൂപയുടെ ഫ്ലെക്സാണ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. ഇതൊരു നീതി നിഷേധമാണ്. ഈ നീതി നിഷേധത്തിനെതിരെ നമ്മളെല്ലാവരും പ്രതികരിക്കാൻ തയ്യാറാവണം. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളോട് ചോദിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാടിനെ സേവിച്ച, നമ്മളില്ലാതിരുന്നപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഒരു താങ്ങായി തണലായ ഒരു ആശ്വാസമായി നിന്ന ആശമാരുടെ അവകാശത്തിനു വേണ്ടി അവർ 74 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുമ്പോൾ 34 ദിവസമായി അവർ പട്ടിണി സമരം നടത്തുമ്പോൾ അവർക്കൊരാശ്വാസമായി കടന്നു ചെല്ലാൻ ഈ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം.
പൊതുജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി ആളുകൾ ആശമാരുടെ പ്രവർത്തനത്തിൽ സംതൃപ്തരായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ കടന്നു വരുന്ന ഓരോരുത്തരും ഇവരെ സഹായിക്കുന്നുണ്ട്, ഇവർക്ക് പിന്തുണ അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരാൾ പോലും ഇവിടെ കടന്നു വരുന്നില്ല, ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നില്ല, ഇവരുമായി ഒന്ന് ചർച്ച നടത്തുന്നില്ല. ഈ വിഷയങ്ങൾ അടിസ്ഥാനപരമായി ഇവരുടെ വിഷയങ്ങൾ പഠിച്ച് ഇവരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ, നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തിലൂടെയോ നിങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയോ നിങ്ങളുടെ മെയിലുകളിലൂടെയോ അല്ലെങ്കിൽ കൈയെഴുത്തുകളിലൂടെയോ നിങ്ങളുടെ പ്രതിഷേധം ഈ ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാർക്കും അമ്മമാർക്കും വേണ്ടി ഉണ്ടാവണം. ഇവർ നീതിക്ക് വേണ്ടി അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരത്തിന്, അവരുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയുള്ള സമരത്തിലാണ്. നമ്മൾ ഐക്യദാർഢ്യം അറിയിക്കണം, ഇവരോടൊപ്പം ഉണ്ടാകണം. ഇവരുടെ എല്ലാ പോരാട്ടങ്ങൾക്കും നമ്മളെപ്പോലുള്ള ആളുകളുടെ പിന്തുണ ഉണ്ടാവണം. ഇത് സാധാരണ അടിസ്ഥാന വർഗത്തിലുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ്. ഇന്ന് ആശാ വർക്കർമാർക്കാണ് ഈ ആവശ്യമെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാ മേഖലയും പ്രതിനിധീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഈ സമരത്തിലേക്ക്. ഞങ്ങൾ 74 ദിവസമായി സമരത്തിൽ, അനിശ്ചിതകാല സമരത്തിലാണ്. 36 ദിവസമായി നിരാഹാര സമരത്തിലാണ്. ഞങ്ങൾ മുടിമുറിച്ച് സമരം ചെയ്തു. ഇതുവരെയായിട്ടും യാതൊരുവിധ പോസിറ്റീവായ ഒരു നടപടിയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ മരിക്കുന്നത് വരെയും സമരം ചെയ്യാൻ തയ്യാറാണ്. അടുത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെ സഞ്ചരിക്കുന്ന സമരയാത്ര നടത്തുകയാണ്. 5-ാം തീയതി തുടങ്ങി മെയ് 5 മുതൽ 17-ാം തീയതി വരെ ഞങ്ങൾ വിജയം കാണുന്നത് വരെ ഈ സമരവേദിയിലായിരിക്കും. ഉണ്ട്. കാരണം കൊച്ചു കുട്ടികളാണ്, നമ്മുടെ കാലഘട്ടം അതാണ്. കുട്ടികളെയൊന്നും ഞങ്ങൾക്ക് വീട്ടിൽ ഇരുത്തിയിട്ട് വരാനുള്ള സാഹചര്യമല്ലല്ലോ. സമൂഹം അത്രമേൽ അധപ്പതിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ധൈര്യത്തിലാണ് അമ്മമാർ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് ഈ സമരവേദിയിൽ വന്നിരിക്കുക? അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മക്കളും ഉണ്ടാവും. അവരുടെ സുരക്ഷയെ കരുതി തന്നെയാണ് ഞങ്ങൾ ഈ സമരവേദിയിലും അവരെ കൊണ്ടിരുത്തുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അവരെ കൊണ്ടിരുത്താൻ മറ്റൊരു സ്ഥലം ഇല്ലല്ലോ.